ഹായ്, SL ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണ് നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളാണ് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി, നിങ്ങൾക്കാണ് അവർ കൂടുതലായിട്ടും പ്രാധാന്യം നൽകുന്നത് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളുമായിട്ടാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫീലിങ്സ് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്താലും, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു വിഷമം വരികയാണെന്നുണ്ടെങ്കിൽ അതവർ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. എന്താണ് നിന്റെ പ്രോബ്ലം, അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിന്റെ പുറകിലെ റീസൺ എന്താണ്, ഈ ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കും എന്നുള്ളതാണ്. എന്നിട്ട് അത് ശരിയാക്കാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളതുകൂടി അവർ നോക്കും. അങ്ങനെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അവരത് ഓഫ്കോഴ്സ് അത് ഓക്കെ ആക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതേപോലെ ഇപ്പൊ നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കും. നിങ്ങൾ ഹാപ്പി ആയിരിക്കണം എന്നൊരു ചിന്താഗതി ആ ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് നിങ്ങളാണ് അവർക്ക് ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്നുള്ളതാണ്. എന്ന് കരുതി അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ മാത്രമാണ് അവർക്ക് ഏറ്റവും വലുത് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അങ്ങനെയല്ല ഞാൻ മീൻ ചെയ്യുന്നത്. ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളും അവർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ടൈം ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അവർ എത്ര തിരക്കാണെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക, കോൾ ചെയ്യുക, ഈ ഒരു കാര്യത്തിന് അവര് യാതൊരു മടിയും കാണിക്കില്ല. ചിലരൊക്കെ ഉണ്ട് ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ടയേർഡ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെയാകുമ്പോൾ നമ്മളെ വിളിക്കുക, മെസ്സേജ് അയക്കുക ഒന്നും ചെയ്യില്ല. അപ്പൊ നമ്മൾ അയക്കുന്ന മെസ്സേജ് പോലും അവർ ചിലപ്പോൾ സെയിം ചെയ്തൊന്നും വരില്ല. ബിക്കോസ് ചിലപ്പോൾ അവർ തിരക്കിലായതുകൊണ്ടായിരിക്കാം, ഒത്തിരി തിരക്കുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വർക്ക് കഴിഞ്ഞ് വന്നതിന്റെ ക്ഷീണം കൊണ്ടൊക്കെ ആയിരിക്കാം ഇതിലേക്ക് വല്ലാണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സമയം ഇൻവെസ്റ്റ് ചെയ്യാനോ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ മറ്റു ചില ആളുകൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണെങ്കിലും, എത്ര തിരക്കുണ്ടെങ്കിലും, എത്ര ടയേർഡ് ആണ് എന്നുണ്ടെങ്കിലും അവർ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണ് മെസ്സേജ് അയക്കാൻ, കോൾ ചെയ്യാൻ ഇതിന് വേണ്ടി ടൈം അവർ കണ്ടുപിടിക്കും. എത്ര ഇല്ലെങ്കിലും ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് അവർ സമയം ഉണ്ടാക്കും. ചിലപ്പോൾ ഇവരുടെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ കൂടാനായിട്ട് അല്ലെങ്കിൽ അവരുടെ കൂടെ പോയി ഇരിക്കാനായിട്ട് കിട്ടുന്ന വളരെ കുറച്ച് സമയം ഉണ്ടായിരിക്കുള്ളൂ, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഉണ്ടാവുള്ളൂ. അതിന്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ കോൾ വരുമ്പോൾ എടുത്ത് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അവരുടെ ഹാപ്പി ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സിന്റെ ഇടയിലായിരിക്കും എന്നുള്ളതാണ്. ബാക്കി തിരക്കിന്റെ ഇടയിലായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ വേറെ തിരക്കുകൾ എന്ന് പറയുമ്പോൾ എത്ര വലുതാണെങ്കിലും അതിനിപ്പോ എത്രത്തോളം അവർക്ക് ഇപ്പൊ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരിക അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും, എത്ര ടയേർഡ് ആണെങ്കിൽ പോലും നിങ്ങളുടെ കോള്, മെസ്സേജ് ഇതിനൊക്കെ കൃത്യമായി ആൻസർ ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, ഇതിന് അവർക്ക് യാതൊരു മടിയും ഉണ്ടായിരിക്കില്ല. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് സ്മോൾ ഡീറ്റെയിൽസ് പോലും നിങ്ങളെ കുറിച്ചുള്ളത് ഓർത്തിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഫേവറേറ്റ് കളർ, ഫുഡ്, പ്ലേസ്, ഹോബി, ഇങ്ങനെയുള്ള എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അത് അവർ കറക്റ്റായിട്ട് ഓർത്തിരിക്കുന്നുണ്ടാവും. നമ്മൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകാറുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് ഒന്നില്ലെങ്കിൽ അവരെ നമ്മൾ അത്ര വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് കാണാത്തതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഇതൊന്നും കാര്യമില്ല, ഇതൊന്നും ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു മൈൻഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളത് വിട്ടുകളയും. പക്ഷേ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, അതായത് അവർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അവരെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, അതേപോലെ ഇപ്പൊ ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന പേഴ്സൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഓർത്തിരിക്കും. അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇവര് ചിലപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒന്നും തന്നിട്ടുണ്ടാവില്ല കേട്ടോ, പക്ഷെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും അവർ ഓർത്തിരിക്കും. വളരെ കുഞ്ഞു കാര്യമായിരിക്കും, നിങ്ങൾ പോലും പറഞ്ഞ് മറന്നു പോയിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷെ അവരത് കൃത്യമായിട്ട് ഓർത്തിരിക്കും. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ അവർ ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയുന്നുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് അവർ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴായിരിക്കും നിങ്ങൾ ആലോചിക്കുക, ഓ ഇങ്ങനെയൊക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ, അതല്ലെങ്കിൽ ഇതൊക്കെ ഓർമ്മയുണ്ടോ, ഇങ്ങനെ നമ്മൾ ചോദിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ വിചാരിക്കും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും അവർക്ക് വലുതാണ് എന്നുള്ളത് കൊണ്ടാണ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റെസ്പെക്ട് കാണിക്കും എന്നുള്ളതാണ്. റെസ്പെക്ട് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അറിയുന്ന കാര്യമാണ്. നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ അവർക്ക് ഒത്തിരി റെസ്പെക്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ എല്ലാവരെയും, നമ്മുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യാറുണ്ട്, അതായത് നമ്മൾ അവരെയൊക്കെ ബഹുമാനിക്കാറുണ്ട്. പക്ഷേ ചില ആളുകൾ നമ്മൾ കാണാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനമില്ലാതെ പെരുമാറുക എന്നൊക്കെ പറയാലോ. നമ്മളെക്കാൾ മുതിർന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും വലിയ രീതിയിൽ റെസ്പെക്ട് ഒന്നും ഇല്ലാതെ പെരുമാറാറുണ്ട്. പബ്ലിക്കായിട്ട് പോലും വഴക്കുണ്ടാക്കുക, അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുക, മോശമായിട്ട് പെരുമാറുക, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ പബ്ലിക് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ രണ്ടുപേർക്കിടയിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് പോലും റെസ്പെക്ട് ഇല്ലാതെ ബിഹേവ് ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് വളരെ മോശം വേർഡ്സ് യൂസ് ചെയ്ത് സംസാരിക്കുക, നമുക്ക് അത് തന്നെ പറയാം. അപ്പൊ അങ്ങനെ ആകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബഹുമാനമില്ല.
ആൾക്ക് ഈ ഒരു പേഴ്സന്റെ അടുത്ത് വലിയ രീതിയിലുള്ള റെസ്പെക്ട് ഇല്ല എന്നുള്ളതാണ്. പക്ഷെ യഥാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും നമ്മൾ റെസ്പെക്ട് ചെയ്യും. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ അവർ കൊടുക്കും എന്നുള്ളതാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുകയാണെന്ന് വിചാരിക്കാം, അവർ ഓഫ് കോഴ്സ് നമ്മുടെ ഒപ്പീനിയൻ ചോദിക്കും, ഇത് ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു ഒപ്പീനിയൻ നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം അവർ കൺസിഡർ ചെയ്യും. അതായത് നീ ഇങ്ങനെ ചെയ്താൽ ബെറ്റർ ആയിരിക്കും എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവരത് കൺസിഡർ ചെയ്യും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു ആർഗ്യുമെന്റ് ഉണ്ടാകുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമ്മളെ തളർത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ മോശപ്പെടുന്ന രീതിയിലോ അവർ സംസാരിക്കില്ല. സോ റെസ്പെക്ട് എപ്പോഴും ഇവർക്ക് നമ്മളോട് ഉണ്ടായിരിക്കും. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും, പക്ഷെ ഒരിക്കലും കൺട്രോൾ ചെയ്യില്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് എന്തൊരു കാര്യം വരുന്ന സമയത്തും ഇവർ നമ്മളെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഇപ്പൊ നമ്മൾ പല റിലേഷൻഷിപ്പിൽ കാണാറുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. കൺട്രോൾ ചെയ്യുക എന്നുള്ളത് അത് ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ആ ഒരു പേഴ്സന്റെ ബിഹേവിയറിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു കുറേ പേര് അങ്ങനെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരുണ്ട്. അതായത് കൺട്രോളിങ് ഇല്ലാതെ പോകുന്ന ആളുകളുണ്ട്. പക്ഷെ കുറേ പേർക്ക് അങ്ങനെയല്ല, ഇപ്പോഴും ഭയങ്കര കൺട്രോളിങ് ആണ്. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ആളോട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് മതി, അവിടെ തീർന്നു കാര്യം. പിന്നെ ഭയങ്കര വഴക്കായി, എന്നോട് നീ അത് പറഞ്ഞില്ലല്ലോ, ഇത് പറഞ്ഞില്ലല്ലോ, ഇനിയും നിന്റെ കയ്യിൽ സീക്രട്സ് ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ അവരിങ്ങനെ നമ്മൾ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതെന്ന് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഇഷ്ടമാണ്, പക്ഷെ നമ്മളോട് എന്തോ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. അതല്ലെങ്കിൽ നമ്മൾ വിശ്വാസമില്ലാത്തൊരു സംഭവം അങ്ങനെയൊക്കെ നമുക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ നേരെ മറിച്ച് അങ്ങനെയൊന്നും അല്ല, നമ്മൾ ഭയങ്കരമായിട്ട് വിശ്വാസമാണ്. അവർക്കറിയാം നമ്മൾ എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ചെയ്യില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്കറിയാം. നമ്മൾ പൂർണ്ണ വിശ്വാസമാണ്, നമ്മൾ അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആണ്, അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അവർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. എന്തൊരു കാര്യം വരുന്ന സമയത്തും സേഫ് ആക്കാൻ അവർ നോക്കുന്നുണ്ടാവും, നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ നോക്കുന്നുണ്ടാവും. പക്ഷെ ഒരിക്കലും അവർ നമ്മളെ കൺട്രോൾ ചെയ്യില്ല. നമ്മുടെ ലൈഫാണ്, നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് പോവാം എന്നുള്ള രീതിയിലാണ് അവർ ബിഹേവ് ചെയ്യുള്ളൂ. സോ അങ്ങനെ കാണുന്നതും നമുക്ക് ഇമ്പോർട്ടൻ്റ് തരുന്ന ആ ഒരു പേഴ്സന്റെ സൈന് തന്നെയാണ്. ഇനി ലാസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതായത് ആൾക്ക് വേറെ എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിലും ആള് നമ്മുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഇരിക്കുന്ന സമയത്ത് ആൾ ഭയങ്കര കാമായി കൂളായി ഹാപ്പി ആയിട്ടിരിക്കുന്ന പേഴ്സൺ ആയിരിക്കും. അതേപോലെ തന്നെ ഇപ്പൊ അവരുടെ ഭാവിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ നിങ്ങൾ എന്തായാലും ഒരു മെമ്പർ ആയിരിക്കും. അതായത് നിങ്ങളെക്കുറിച്ച് കൂടി അവർ പറയും, അല്ലെങ്കിൽ അതിൽ നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവർ സംസാരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരേണ്ട ആവശ്യമില്ലല്ലോ, സംഭവം അത് തന്നെയാണ്, വേറൊന്നുമില്ല. ഇപ്പോൾ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. കുറേ പേർക്ക് പലപ്പോഴും സംശയം വരുന്നത് ഞാൻ കാണാറുണ്ട്. അവരിങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ അവർക്ക് എന്നെക്കാളും വലുത് മറ്റു പലരും ആണെന്നുള്ളത് എനിക്കറിയാം, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരുടെ ബിഹേവിയറിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് എന്നും പ്രിയപ്പെട്ടവർ തന്നെയാണ്, നിങ്ങൾ തന്നെയാണ് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ. പക്ഷെ ഒരാൾക്കും ഇപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുണ്ട് എന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ള റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. ബാക്കിയെല്ലാം നമുക്ക് പണ്ട് മുതലേ ഉള്ളവരും അല്ലെങ്കിൽ ഇടയിൽ വെച്ച് വന്നിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കാം, പക്ഷെ അത്രയും വേണ്ടപ്പെട്ടവർ തന്നെയാണ് നമ്മുടെ ചുറ്റും ബാക്കിയുള്ളവരൊക്കെ. അപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാ റിലേഷൻഷിപ്പും ഒഴിവാക്കണം എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കുക. കാരണം അതൊരിക്കലും ബെറ്റർ അല്ല. മാത്രമല്ല ആ ഒരു ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് പോലും ഭാവിയിൽ നന്നായിട്ട് വളരെ സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തരേണ്ട സ്ഥാനം നിങ്ങൾക്ക് തന്നെ അവർ തരുന്നുണ്ടായിരിക്കും, ബാക്കിയുള്ളവർക്ക് കൊടുക്കേണ്ട സ്ഥാനം ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ബാക്കിയുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് തരേണ്ട പൊസിഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരേണ്ട സ്നേഹമോ ഒന്നും കുറഞ്ഞു പോവില്ല. അങ്ങനെ പോകുമോ എന്നുള്ള ഒരു പേടിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ശ്രമിക്കുക. സംശയത്തിന്റെ ആവശ്യമൊന്നും ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്